കർത്താവിൻ്റെ ധന്യതിരുനാമം അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ തിരുവചനമായി നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ദൈവം ഒരുക്കിയ ഈ വിലയേറിയ നിമിഷത്തെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുകയും ക്രിസ്തുവിൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്നേഹവന്ദനം. ദൈവം നമ്മെ നടത്തുന്നു, ദൈവം നമ്മെ കരുതുന്നു, ദൈവം നമ്മെ പോറ്റുന്നു. ആ ദൈവത്തിൻ്റെ എല്ലാ കൃപകൾക്കായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. വേദവചന ചിന്തയിലേക്ക് നമുക്കൊരുമിച്ച് പ്രവേശിക്കാം. രാജാക്കന്മാരുടെ പുസ്തകം 2 രാജ 4-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇപ്രകാരമാണ് അവിടെ എഴുതിയിരിക്കുന്നത്: അവൾ അവനെ വിട്ടു ചെന്ന് തൻ്റെ മക്കളോട് കൂടെ അകത്ത് കിടന്ന് വാതിലടച്ചു. ഏറ്റവും സുപരിചിതമായ ഒരു തിരുവചന ഭാഗമാണ് അല്പനിമിഷം ചിന്തയ്ക്കായി നാം വായിച്ചെടുത്തത്. അതേ പ്രിയപ്പെട്ടവരെ, രാജാക്കന്മാർ പുസ്തകം പഠിക്കുമ്പോൾ പ്രവാചകന്മാരാൽ ശക്തമായി ദൈവം ഉപയോഗിച്ച ഒരു വലിയ കാലഘട്ടം. അതിൽ ഏലിയാവിൻ്റെ ശേഷം ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് പ്രാപിച്ച എലീഷ അധികാരത്തോടും അഭിഷേകത്തോടും കൂടെ തൻ്റെ നാളുകളിൽ കർത്താവിന് വേണ്ടി നിന്ന ഒരു വലിയ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. അനേക ശിഷ്യന്മാർ ഈ പ്രവാചകന്മാർക്കുണ്ടായിരുന്നു. അത് ഏലിയാവിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു, എലീശയുടെ കാലത്തും ഉണ്ടായിരുന്നു. എലീശയുടെ കാലത്ത് പ്രവാചക ശിഷ്യന്മാർ പലവിധമായ പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയതായി പലയിടങ്ങളിലും നമുക്ക് ഗൗരവമായി ചിന്തിക്കുവാൻ കഴിയും. അതെ, ആ കാലത്ത് എലീശ നല്ല നിലവാരമുള്ള ജീവിത സ്റ്റൈലിയാണ് പിന്തുടർന്ന് വന്നിരുന്നത്. വിശുദ്ധ ബൈബിൾ പഠിച്ചാൽ അറിയാം, രാജാവിനോട്, സേനാധിപതിയോട് അല്ലെങ്കിൽ അധികാരികളോട് ഏറ്റവും അടുത്ത ബന്ധം ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് എലീശ പ്രവാചകനെ നമുക്ക് വിശുദ്ധ ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ഈ ഭാഗങ്ങളിലൊക്കെ എലീശ രാജാവുമായി, അധികാരികളുമായി നല്ല ബന്ധങ്ങൾ പുലർത്തുമ്പോഴും തൻ്റെ ശിഷ്യന്മാർ പലപ്പോഴും ഞെരുങ്ങിയ അനുഭവത്തിൽ കൂടെ, ഇടുങ്ങിയ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. 2 രാജ 6-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ നമുക്കറിയാം, പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ വന്ന് എലീശയോട് പറയുക, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് വളരെ ഇടുക്കമുള്ളതാണെന്ന് നീ കാണുന്നുവല്ലോ. താൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. പ്രവാചക ശിഷ്യന്മാർ പാർക്കുന്ന സ്ഥലം വളരെ ഇടുക്കമാണ്. എന്നാൽ ഒരിക്കൽ പോലും എലീശ അവരോട് പറഞ്ഞില്ല, നിങ്ങൾ പാർക്കുന്ന സ്ഥലം ഞെരുക്കമുള്ളതാണല്ലോ, ഇടുക്കമുള്ളതാണല്ലോ, നിങ്ങൾക്കൊരു വിശാലത വേണ്ടേ, നിങ്ങൾ അല്പം കൂടെ വിശാലമായി ചിന്തിക്കേണ്ടേ എന്ന് ഒരിക്കലും എലീശ അവരോട് പറഞ്ഞില്ല. എന്നാൽ എലീശയുടെ പ്രവാചക ശിഷ്യന്മാർ അല്ലെങ്കിൽ എലീശയുടെ ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ വന്ന് പറയുക, ഞങ്ങൾ പാർക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് വളരെ ഇടുക്കമാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഞെരുക്കങ്ങളെ, നിങ്ങൾ അനുഭവിക്കുന്ന ഇടുക്കങ്ങളെ വ്യക്തമായി സർവശക്തനായ ദൈവം അറിയുന്നുണ്ട്. എന്നാൽ ചില മേഖലകളിൽ നാം തുറന്നു പറയുവാൻ, അതായത് പ്രാർത്ഥനയിൽ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ തുറന്നു പറയുവാൻ നമ്മൾ തയ്യാറാകുന്നു എങ്കിൽ നിശ്ചയമായും നമ്മുടെ ഞെരുക്കങ്ങളെ മനസ്സിലാക്കിയ കർത്താവ് നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടതകൾ, രോഗങ്ങൾ, കടഭാരങ്ങൾ, ഇങ്ങനെയുള്ള നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ അകത്തു നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, മർക്കോസിന് സുവിശേഷം 8-ാം അധ്യായം പഠിക്കുമ്പോൾ ഇപ്രകാരം കാണുവാൻ കഴിയും. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് തുറന്നു പറയുക. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിങ്ങൾ തുറന്നു പറയുക. യേശു കർത്താവ് എന്താ ശിഷ്യന്മാരോട് തുറന്നു പറഞ്ഞത്? യെരൂശലേമിൽ തനിക്ക് സംഭവിക്കാൻ പോകുന്ന ആ വലിയ പ്രതിസന്ധിയുടെ അനുഭവത്തെക്കുറിച്ച് താൻ തൻ്റെ ശിഷ്യന്മാരോട് തുറന്നു പറഞ്ഞു. പലപ്പോഴും നാം മനുഷ്യരോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട്, നമ്മുടെ സ്നേഹിതരോട് നാം തുറന്നു പറയാറുണ്ട്. നാം അനുഭവിക്കുന്ന വേദന, നാം അനുഭവിക്കുന്ന ഞെരുക്കം, നാം അനുഭവിക്കുന്ന രോഗം, നാം കടന്നു പോകുന്ന കഷ്ടത നിറഞ്ഞ സാഹചര്യം, ഇതൊക്കെ നാം നമ്മുടെ പ്രിയപ്പെട്ടവരോട് തുറന്നു പറയാറുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, എലീശയുടെ ശിഷ്യന്മാർ എലീശയോട് വന്ന് പറഞ്ഞു, ഞങ്ങൾ പാർക്കുന്ന ഇടം ഞങ്ങൾക്ക് വളരെ ഇടുക്കമുള്ളതാണ്. അവൻ ഒരിക്കലും നോന്ന് പറഞ്ഞില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ യോർദാനോളം ചെന്ന് ചില മരങ്ങൾ വെട്ടാം. യെസ്, എലീശ പറഞ്ഞു, യെസ്, നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക, നിങ്ങൾ അത് തന്നെ ചെയ്യുക. ഒരിക്കലും തടസ്സം പറയുകയല്ല ചെയ്തത്, അത് ചെയ്യുവാൻ അവരെ അനുവദിച്ചു. ആ അനുവദിച്ച എലീശ അവരുടെ ആവശ്യപ്രകാരം അവരുടെ കൂടെ പോയി.
അതെ, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ കരുതുന്ന, നിങ്ങളെ മാനിക്കുന്ന ഒരു നല്ല കർത്താവ് നിങ്ങൾക്കുണ്ട്. ആ കർത്താവ് എപ്പോഴും നിങ്ങൾ സ്വസ്ഥമായിരിക്കണമെന്നും നിങ്ങൾ സമാധാനമായിരിക്കണമെന്നും അതെല്ലാമാണ് കർത്താവിൻ്റെ ആഗ്രഹം. അതാ ബൈബിൾ പറയുന്നത്, അവൻ്റെ അടിപ്പിടറാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്നാൽ ഈ 4-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, രാജാക്കന്മാർ 2-ാം പുസ്തകം 4-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ, പ്രവാചക ശിഷ്യൻ്റെ വീട്ടിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. അതേ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഏറെക്കുറെ പേരും അത് സ്വന്തമായി തന്നെ അത് തരണം ചെയ്യുവാൻ, അല്ലെങ്കിൽ ആ വിഷയത്തിൻ്റെ അകത്ത് താൻ സ്വന്തമായി തന്നെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും അത്രമാത്രം നാം മുമ്പോട്ട് പോകും. എന്നാൽ നമുക്ക് കഴിയാതെ വരുന്ന, നമുക്കത് കൈകാര്യം ചെയ്യുവാൻ, ആ വിഷയത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരുന്ന നിമിഷങ്ങളാണ് പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവർ ആ വിഷയത്തെക്കുറിച്ച് അറിയുകയും കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നത്. അതെ, ഈ പ്രവാചക ശിഷ്യൻ്റെ വീട്ടിൽ വേഗത്തിൽ സംഭവിച്ച ഒരു പ്രതിസന്ധി നിങ്ങൾക്കറിയാം. അത് ആ പ്രിയപ്പെട്ടവൻ്റെ മരണമാണ്. ആ മരണം ആ കുടുംബത്തെ വല്ലാതെ വലച്ചു, വല്ലാതെ പ്രതിസന്ധിക്കകത്താക്കി. തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൻ്റെ ദുഃഖം, ആ തീവ്രത തൻ്റെ കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് മുമ്പേ ഇതാ കടക്കാർ കടന്നു വന്നിരിക്കുക. എന്തിനു വേണ്ടി? തൻ്റെ 2 മക്കളെ അടിമകളാക്കുവാൻ. 2 മക്കളെ അടിമകളാക്കുവാൻ കടക്കാർ വന്നിരിക്കുമ്പോൾ ആ സഹോദരി തൻ്റെ വീട് വിട്ടു, പ്രിയപ്പെട്ടവരെ, തൻ്റെ ചുറ്റുപാടുകളെ മറന്ന് പ്രവാചകൻ്റെ അടുക്കലേക്ക് ഓടുകയാണ്. നാളുകളായി മനസ്സിൻ്റെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞു വെച്ച സങ്കടങ്ങൾ ആരോടും പറയാതെ, തുറന്നു പറയാതെ ഉള്ളിലൊതുക്കിയ അഭാരത്തിൻ്റെ വലിയ വിഷയവുമായി പ്രവാചകൻ്റെ വീട്ടിലേക്ക് ഈ സാധു സ്ത്രീ ഓടിച്ചെല്ലുകയാണ്. അവിടെ വരവ് കാണുമ്പോഴേ എലീശയ്ക്കൊരു കാര്യം മനസ്സിലായി. അവക്കെന്തോ പ്രതിസന്ധി, അവക്കെന്തോ ഭാരം. നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോഴേ നിങ്ങളെ ദൂരത്ത് നിന്ന് അറിയുന്ന, അതാ സങ്കീർത്തനക്കാരൻ പറഞ്ഞ്, നീ അറിയാത്തൊരു വാക്കുപോലും എൻ്റെ നാവിന്മേലില്ല. അതെ, നമ്മളെ നമ്മുടെ ദൈവം നന്നായി അറിയുന്നു. നമ്മുടെ ഇരിക്കും, നമ്മുടെ എഴുന്നേൽപ്പും, നമ്മുടെ നടപ്പും, നമ്മുടെ ചിന്തകളും, നമ്മുടെ വിചാരങ്ങളും, ഇതെല്ലാം നമ്മുടെ ദൈവം അറിയുന്നു. അതെ, അവൾ വന്ന് പ്രവാചകനോട് പറയുക, എൻ്റെ ഭർത്താവ് യഹോവയെങ്കിൽ മഹാഭക്തനായിരുന്നു, വിശുദ്ധനായൊരു മനുഷ്യൻ, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. ആ ഭവനത്തിനകത്തെ കടഭാരമുണ്ടായി. അതെ, പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതും പല കുടുംബങ്ങളെയും തകർക്കുന്നതുമായ ചില വിഷയങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കടം. നാളെ കൊടുക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങും. നാളെ അത് കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ മറ്റൊരിടത്തു നിന്ന് കടം വാങ്ങി നാം അത് വീട്ടും. ഇങ്ങനെ നാം ചുറ്റുപാടിന് മുഴുവനും ഒരു കടക്കാരായി, പ്രത്യേകിച്ച് നമ്മുടെ ഒരു ലേബലിൽ തന്നെ, നമ്മുടെ ഒരു മേലെടുത്ത് തന്നെ അപ്രകാരമായി മാറും. എന്നാൽ ഞാൻ ഈ ചിന്ത പറയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും, ഈ പ്രവാചകൻ്റെ വീട്ടിലെ സകല വഴികളും അടഞ്ഞു. ഇനി ഒരു നിമിഷം പോലും അവിടെ നിൽക്കുവാനോ, ഈ സാധ്യതകളെ അല്ലെങ്കിൽ ഈ പ്രതിസന്ധികളെ, ഈ വിഷയത്തെ തരണം ചെയ്യുവാനോ അവൾക്ക് കഴിയത്തില്ല. അവൾക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ വീട്ടിൽ ഈ പ്രശ്നം പരിഹരിക്കത്തക്ക നിലയിൽ എനിക്കിനി ഒന്നുമില്ല. പക്ഷെ പ്രവാചകനോട് ചോദിച്ചു, നിൻ്റെ വീട്ടിൽ നിനക്ക് എന്തുണ്ട്? അവൾ പറയുക, ഒരു ഭരണി എണ്ണയല്ലാതെ വേറെ ഒന്നും അടിയൻ്റെ വീട്ടിലില്ല എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള സകല സാധ്യതകളെക്കുറിച്ചും ശരിക്ക് വിശകലനം ചെയ്തു. എന്നിട്ടാണ് അവൾക്ക് മനസ്സിലായത്, ഇനിയും ഇത് ഞാൻ എന്നിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാതെ ഇത് ഞാൻ പ്രവാചകനോട് പറയും. ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ നിങ്ങൾക്ക് താങ്ങുവാൻ കഴിയുന്നതിലും അപ്പുറം നിങ്ങൾ ഈ ദിവസങ്ങളിൽ താങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് സഹിക്കാവുന്നതിനപ്പുറം നിങ്ങൾ സഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മാനേജ് ചെയ്യുവാൻ, നിങ്ങൾക്ക് പരിഗണിക്കുവാൻ, നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നതിനും അപ്പുറം നിങ്ങൾ ഈ ദിവസങ്ങളിൽ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുന്ന നിമിഷങ്ങളിൽ ഒന്ന് നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിക്കകത്തൂടെ ദൈവത്തിന് നിങ്ങളിൽ കൂടെ ഒരു വലിയ ദൈവപ്രവൃത്തി ചെയ്തെടുക്കുവാനുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയാം, ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിക്ക് ഒരിക്കലും നിങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല. മറിച്ച് അസാധാരണമായൊരു ദൈവപ്രവൃത്തി ഈ വിഷയത്തിൽ കൂടെ നിങ്ങളിൽ കൂടെ പുറത്തു വരാൻ പോകുകയാണ്. അതെ, അവൾ തീരുമാനിച്ചു, ഞാൻ പ്രവാചകനോട് പോയി എൻ്റെ കാര്യങ്ങളെ പറയും. അതെ, അവൾ അവിടെ കൂടി വരുമ്പോൾ തന്നെ എലീശ ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? എലീശ അവിടെ വാക്കുകൾ കേട്ടിട്ട് അവൾക്കൊരു ഉപദേശം കൈമാറി. നീയും നിൻ്റെ മക്കളും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങണം. വായ്പയുമായുള്ള ബന്ധത്തിൽ ബന്ധിക്കപ്പെട്ട് തകർക്കപ്പെട്ട് സാമ്പത്തിക മേഖലയിൽ പരാജയപ്പെട്ട് ഒരു കൂട്ടത്തിൻ്റെ മുമ്പിൽ തങ്ങൾ ഒരു പ്രതിസന്ധിക്കകത്തൂടെ നീങ്ങുമ്പോൾ, പ്രത്യേകിച്ച് തൻ്റെ വാഗ്ദത്തങ്ങളെ ദൈവം നൽകിയ തലമുറകളെ അടിമയാക്കുവാൻ കടക്കാർ വന്നു നിൽക്കുമ്പോൾ,
കടക്കാരവർ ഉദ്ദേശങ്ങൾ വെളിപ്പെടുത്തി നിൽക്കുന്ന സാഹചര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു സാധു സ്ത്രീ. അതേ പ്രിയപ്പെട്ടവരെ, തൻ്റെ ഭർത്താവ് ദൈവത്തിൽ ആശ്രയിച്ചു. മഹാഭക്തനായി ദൈവത്തിന് വേണ്ടി പ്രവാചകൻ്റെ കൂടെ ആ മനുഷ്യൻ നിന്നു. അതിൻ്റെതായുള്ള നിലവാരത്തിലുള്ള വലിയ അനുഗ്രഹങ്ങളോ വിടുതലോ ഒന്നും ഒരുപക്ഷെ മാനുഷിക ദൃഷ്ടിയിൽ ആ ഭവനത്തിൻ്റെ അകത്ത് അവർക്കുണ്ടായി കാണത്തില്ല. എന്നാൽ നിങ്ങൾക്കറിയാം, അടുത്ത മണിക്കൂറുകളിൽ ആ ഭവനത്തിൻ്റെ സ്ഥിതിയെ എൻ്റെ ദൈവം മാറ്റി. ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ ഇന്നലകളിൽ നിങ്ങൾ വിശ്വസ്തയോടെ നിന്നിട്ടും, ഇന്നലകൾ നിങ്ങൾ പ്രാർത്ഥനയിൽ അതിശക്തമായി പോരാടി നിന്നിട്ടും, ദേശത്തിൻ്റെ നടുവിൽ ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ അഭിഷേകത്തോടെ നിന്നിട്ടും പലപ്പോഴും നിങ്ങൾ ചോദ്യത്തിന് മുമ്പില്ല. എന്തുകൊണ്ട് എൻ്റെ ഈ പ്രതിസന്ധി മാറുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ കടഭാരം മാറുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ രോഗം മാറുന്നില്ല? വിശ്വസിക്ക്, ഞാൻ ആവർത്തിച്ച് പറയാം, ലാസറിൻ്റെ ഭവനത്തെ നോക്കി, ലാസറിനെ നോക്കി കർത്താവ് പറഞ്ഞൊരു ദൂതുണ്ട്, ഈ ദീനം മരണത്തിനല്ല. ഞാൻ ആരോടൊക്കെ ഈ സന്ദേശം പറയുമ്പോൾ ഈ ദൂത് ഇപ്രകാരം പറയുന്നു: ഈ ദിവസങ്ങളിൽ നിങ്ങൾ കടന്നു പോകുന്ന, നിങ്ങളെ അഫക്റ്റ് ചെയ്ത് നിൽക്കുന്ന, നിങ്ങളെ തകർക്കുവാനായി നിൽക്കുന്ന ഈ പ്രതിസന്ധി ഒരിക്കലും നിങ്ങളെ തകർക്കുവാനല്ല, മറിച്ച് ഒരു ദൈവമഹത്വം നിങ്ങളിൽ കൂടെ വെളിപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്ന. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പറഞ്ഞത് കേട്ട് അവൾ വേഗം തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരിക. ഞാൻ ആവർത്തിച്ച് പറയാം, കരങ്ങളിൽ എന്തെങ്കിലും നൽകി വേണമെങ്കിൽ പ്രവാചകൻ അവളെ മടക്കി വിടാമായിരുന്നു. എന്നാൽ അപ്പോൾ അവൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് മാത്രമല്ല പ്രവാചകനെ കൂടെ ദൈവം മറുപടി കൊടുത്തത്, അവളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും മനുഷ്യന്റെ മുന്നിൽ കരം നീട്ടുവാൻ, ദേശക്കാരുടെ മുന്നിൽ നിലവിളിക്കുവാൻ ദൈവം അവളെ അനുവദിക്കാത്ത വിധം അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ ദൈവം പരിഹരിച്ചു. അതെ, ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ ഒരു കൂട്ടത്തോട് ദൈവം പ്രവചിക്കുന്നത്, ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്ന വിശേഷാൽ ഈ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യം ഒരിക്കലും നിങ്ങളെ തകർക്കുവാനല്ല, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും നിങ്ങളെ ജയത്തോടെ മുന്നോട്ട് നയിക്കുവാൻ, ഈ ദിവസങ്ങളിൽ നിങ്ങളെ പ്രാപ്തരാക്കത്തക്ക നിലയിൽ ഒരു വലിയ ദൈവപ്രവൃത്തി എൻ്റെ കർത്താവ് നിങ്ങളിൽ അയക്കുന്നു എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറയുക. ബൈബിൾ പറയുന്നു, അവൾ വീട്ടിലേക്ക് കടന്നു വന്നു. പ്രവാചകൻ അല്ലെങ്കിൽ പ്രവാചക ശിഷ്യൻ നാളുകളായി എലീശയുടെ വാക്ക് കേൾക്കുന്നതാണ്. എന്നാൽ അവൾ ആ പ്രവാചകൻ പറഞ്ഞ വാക്ക് അവൾ വിശ്വസിച്ചു. അതെ, ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങൾ വിശ്വസിക്കുക. ഞാൻ പറഞ്ഞു മർക്കോസ് 16:17, വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ. യെസ്, പ്രവാചകൻ പറഞ്ഞതുപോലെ അവൾ വീട്ടിലേക്ക് വന്നു. ചുറ്റുപാട് വെറും പാത്രങ്ങൾ വായ്പ വാങ്ങി, വെറും പാത്രങ്ങൾ കൊണ്ട് നിറഞ്ഞ, ഒഴിഞ്ഞതിനെ കൊണ്ട് നിറഞ്ഞ അവിടെ വീടിൻ്റെ അകത്തേക്ക് അവളും അവിടെ മക്കളും അകത്ത് കയറി വാതിലടയ്ക്കുമ്പോൾ കണ്ണുനീരല്ലാതെ, നിലവിളിയല്ലാതെ, കരച്ചിലല്ലാതെ ഇനി നിന്റെ ജീവിതത്തിൽ ഒരു സാധ്യതയില്ലെന്ന് ചുറ്റുപാട് അവളെ നോക്കി വിധി പറഞ്ഞു. എന്നാൽ പ്രതീക്ഷിച്ചതിന് വിപരീതമായി ആ ഭവനത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ ഇടപെടൽ വെളിപ്പെടാനിടയായി. ഞാൻ ആവർത്തിച്ചു പറയാം, ഈ വിടുതൽ നടന്നത് എലീശ പാർക്കുന്ന വീട്ടിലല്ല, ഈ വിടുതൽ നടന്നത് വേറെ എവിടെയെങ്കിലുമല്ല, മറിച്ച് എവിടെ അവൾ നിന്ദിക്കപ്പെട്ടോ, എവിടെ അവൾ അപമാനിക്കപ്പെട്ടോ, എവിടെ അവൾക്ക് നഷ്ടം സംഭവിച്ചോ, എവിടെ അവൾ കണ്ണുനീരിലായോ, അവിടെ തന്നെ ആ പട്ടണക്കാരുടെ മുമ്പിൽ തന്നെ ദൈവം അവിടെ തല ഉയർത്തി. ഞാൻ ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ വിശ്വസിക്ക്, ഒഴിഞ്ഞതിനെ കൊണ്ട്, ശൂന്യത കൊണ്ട്, കണ്ണുനീര് കൊണ്ട്, പ്രിയപ്പെട്ടവരുടെ നഷ്ടം കൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിന്റെ ജീവിതം ഒരു പരാജയമായിരിക്കാം, കണ്ണുനീരിലായിരിക്കാം, ദുഃഖത്തിലായിരിക്കാം, ഒരു ചോദ്യത്തിന് മുമ്പിലായിരിക്കാം. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത്? ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ തിരിച്ചറിയുന്നേ, യെസ്, ഈ വിധവയുടെ ഭർത്താവ് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒരിക്കൽ പോലും പ്രവാചകനോട് തൻ്റെ ഉള്ളം തുറന്നു പറഞ്ഞു കാണത്തില്ല. കാര്യം അവൻ അത്രയ്ക്ക് തൻ്റെ പ്രവാചകനെ, തൻ്റെ കർത്താവിനെ അവൻ വിശ്വസിച്ച് കാണും. യഹോവയെങ്കിൽ മഹാഭക്തനായിരുന്നു. സാഹചര്യം മുഴുവനും പ്രതികൂലമായിട്ടും ആ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദമൊന്നും പുറത്തു കാണിക്കാതെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന അനേകരുണ്ട്. നിങ്ങളോട് ഞാൻ ഈ സന്ദേശം പറയുന്നത്, സാന്നിധ്യത്തിലേക്ക് നിങ്ങൾ ഓടിച്ചല്ല്. മനുഷ്യനോടല്ല നിങ്ങളുടെ ആവശ്യങ്ങൾ പറയേണ്ടത്. ഇവൾക്കൊരു കാര്യം മനസ്സിലായി, തൻ്റെ ഭവനത്തിൽ താൻ ഇറങ്ങി കണ്ണുനീരോട്, യെസ്, ഈ പട്ടണത്തിലേക്ക്, പട്ടണത്തിൻ്റെ വീതിയിൽ കൂടെ എലീശയുടെ അടുക്കിലേക്ക് ഓടുമ്പോൾ ഒരു കൂട്ടം അവളെ നോക്കി പറഞ്ഞു, കണ്ണുനീരൊഴിയാത്ത ഭവനം, പ്രിയപ്പെട്ടവൻ നഷ്ടപ്പെട്ടു, ഒരു ഭ്രാന്തിയെ പോലെ സ്ത്രീ ഓടി നടക്കുന്നു. എന്താണ് അവൾക്ക് സംഭവിച്ചത്? പട്ടണം പറഞ്ഞു, പട്ടണക്കാർ ഒരുപോലെ പറഞ്ഞു,
ഭർത്താവിനെ നഷ്ടപ്പെട്ടവർക്ക് തലമുറയും നഷ്ടപ്പെടാൻ പോകുന്നു. കുടുംബത്തിനകത്ത് നിലവിളി, കരച്ചിൽ, ആ കുടുംബത്തിനകത്തൊരു അസ്വസ്ഥതയല്ലാതെ സമാധാനമില്ല. എന്നാൽ അവൾ മടങ്ങി വരുമ്പോൾ അവളുടെ ഉള്ളിൽ ദൈവിക സമാധാനത്തെ കർത്താവ് നൽകി. ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ വിശ്വസിക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്റെ വിഷയങ്ങളെ തുറന്നു പറയാൻ നിനക്ക് കഴിഞ്ഞാൽ നിന്റെ വിഷയത്തിന് ആർക്കും തരാൻ കഴിയാത്ത ഒരു മറുപടി സ്വർഗത്തിലെ ദൈവം നിനക്ക് കൈമാറും. ആ മറുപടിയിൽ കൂടെ നിന്റെ ജീവിതം ടോട്ടലി ചേഞ്ച് ആകും. യെസ്, വിശ്വസിക്ക്. ഒഴിഞ്ഞതിനെ കൊണ്ട് നിറഞ്ഞിരിക്കുക. നാളെ എന്ത് ചെയ്യും? അടുത്ത കടക്കാരനോട് എന്ത് മറുപടി പറയും? ഈ കടക്കാരൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയാൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുമല്ലോ. യെസ്, ഇല്ല, നീ ഒറ്റപ്പെട്ടു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ നന്മകളെ അവകാശമാക്കുമെന്ന്, നിന്റെ തലമുറകളെ അവകാശമാക്കുമെന്ന്, നിന്റെ ഭവനത്തെ ശൂന്യമാക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ശക്തികൾ കേൾക്കെ ഈ ദൂത് കേൾക്കുമ്പോൾ ആമേൻ പറഞ്ഞോ. യെസ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടിച്ചെല്ലും. എൻ്റെ സങ്കടം ഞാൻ അവൻ്റെ മുമ്പിൽ പകരും. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. അതെ, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാനും ശക്തനായൊരു ദൈവം നിങ്ങൾക്കുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കുമ്പോൾ വിശ്വസിക്ക്. പറയേണ്ടവനോട് കാര്യങ്ങൾ തുറന്നു പറയുക. നിങ്ങൾ തുറന്നു പറയാൻ തയ്യാറായാൽ നിങ്ങളുടെ വിഷയത്തിൻ്റെ അകത്ത് എൻ്റെ സ്വർഗം ഇറങ്ങി വരും. നിങ്ങളുടെ വിഷയത്തിനകത്ത് എൻ്റെ സ്വർഗം ഇടപെടും. ബൈബിൾ പറയുന്നു, നിന്റെ ഭാരം നീ എൻ്റെ മേൽ വെച്ചു കൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം, ഞാൻ നിന്നെ പുലർത്താം. അതെ, നമ്മെ പുലർത്തുവാൻ ശക്തനായ ഒരു കർത്താവ് നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വിശ്വസിക്ക്, ഈ ദിവസങ്ങളിൽ ഒഴിഞ്ഞതിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നിന്റെ ഭവനത്തിൻ്റെ അകത്ത് നിറഞ്ഞതിനെ കൊണ്ട് നിറഞ്ഞൊരവസ്ഥ ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നു. അതിന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഓടിച്ചെന്ന് പറയുക, കർത്താവേ, എൻ്റെ വിഷയത്തെ നീ ഒന്ന് തൊടണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സകല പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല, ആരാധിച്ചിട്ട് മറുപടിയില്ല, ഒന്നും തുറന്നു പറയാൻ കഴിയാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരാജയം പോലെ തലകുനിയപ്പെട്ട മേഖല, സാമ്പത്തികമായി, ഭൗതികമായി, ആത്മീയമായി, ശാരീരികമായി ബന്ധിക്കപ്പെട്ട മേഖല, ആ മേഖലയിലെല്ലാം ഇന്ന് പകൽ ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഒരു വിടുതൽ വെളിപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് അത് ചെയ്തതിന് നന്ദി പറയുന്നു. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞെരുക്കങ്ങളുണ്ട്, കടങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടി ചെല്ലുക. നിങ്ങളുടെ ആവശ്യങ്ങളെ കർത്താവിനോട് തുറന്നു പറയുക. വിടുതൽ നിശ്ചയമായും നമ്മുടെ അവകാശമാണ്. ദൈവം നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.